കഴിച്ചാ? ഇല്ലടാ, എല്ലാവരും ബിരിയാണി വേണം, ഇങ്ങോട്ട് നിർത്താം. ലേറ്റ് ആക്കണ്ട. ഡ്രസ് സെറ്റല്ലേ? ഡ്രസ് സെറ്റല്ലേ? എന്ത് ഏതിട്ട് വരെ വില ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. ഞാൻ പോയി താടി കുറച്ചെടുത്ത് ഈശ്വൻ ചെറുതാക്കി ചെറുതായിട്ട് മുടിയും എടുത്ത്. എന്താ വെച്ചാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ മാരേജ് നിക്കാഹ് കഴിഞ്ഞിന്. അപ്പം ഇന്നൊരു റിസപ്ഷൻ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് അവിടെ ബന്ദിയോട് രാവിലെ തന്നെ വന്നിന്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ എല്ലായിടത്തേക്കും രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് പരിപാടി എന്തെങ്കിലും നമ്മളെ ചെക്കന് റെഡിയാക്കാനുണ്ട്. ഇതാ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഇത് ചേഞ്ച് ആക്കണു, റിസപ്ഷനിൽ പോവാനുള്ള റെഡി ആക്കണു. എന്നിട്ടിപ്പോ എന്തേ ഇതാ ഇത് ക്യാമറ നമുക്ക് റിസപ്ഷന് റെഡി ആവാനുണ്ട്, ചെക്കനെ റെഡി ആക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. മാരേജ് എവിടെയെന്ന് വെച്ചാൽ ഒസങ്കാടി ഹാളിലാണ് മാരേജ് നടക്കുന്നുള്ളത്. അങ്ങനെയുള്ള പരിപാടി അല്ലേ പാജു? നീ നോക്കുന്നത് ഏത് വീഡിയോ എടുക്കുന്നത്? അത് വരുന്നത് സംഭവം കണ്ടാ? എന്ത് ക്യാമറ എനിക്ക് കേൾക്കാൻ കാലാ മതി മതി മതി. നീ പിടിച്ചാഗ്രഹമല്ല, ചെക്കന് ക്യാമറ കണ്ട് സന്തോഷത്തിലുള്ള. നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് എടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ റെഡിയാക്കുന്നുണ്ട്, നമുക്ക് കാണാം. എൻ്റെ ഡ്രസ്സ് സെറ്റ് ആവൽ പരിപാടിയിൽ കഴിഞ്ഞ് ഇപ്പം നമുക്ക് പുതിയ ആപ്പിൾ തന്നെ റെഡിയാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത വിഷയങ്ങൾ കാണാം. അങ്ങനെതാ നമ്മളെ പുതിയ സെക്കൻഡ് ഉണ്ട്, റെഡി ആകാനുണ്ട്. ഇത് നമ്മളെ വീഡിയോ എല്ലാം എടുക്കുന്ന ആള് എഴുതാം. അതങ്ങല്ല അതിന്റെ അതിടണ്ട. അത് നീ ചെസ്റ്റിൽ എടുക്കാനല്ലേ, ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ കൊണ്ടുവരാനല്ലേ? കുറച്ചും കൂടി മോളെ കൊണ്ടോണം. ചെക്കനെ റെഡി ആയിക്കൊണ്ട് ഫോട്ടോ എടുക്കാനിതാ വേറെ രണ്ട് ടീം ഫോട്ടോ എടുത്തോണ്ട്. നിന്റെ നോക്ക് മിസ്റ്റേക്കോളാം. അവിടെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ലൈറ്റിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പൊ അതിനോണ്ട് ഓരോ ഫോട്ടോ എടുക്കട്ടെ. ഞാൻ പിന്നെ പുറത്തിറങ്ങി ബാക്കിയുള്ള പരിപാടികളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് അതിലെല്ലാം കണ്ടിന്യൂ ആക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണു, ഹോളിലേക്ക് പോകാനുള്ള സമയം 5 ആയിക്കൊണ്ട് വന്നാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ ഇറങ്ങി എത്തണം അങ്ങോട്ട്. ഓക്കെ, അങ്ങനെ ഹോളിൽ വന്നിട്ടാകുമ്പോ അനിയനുണ്ട്, കസിൻ ഉണ്ട്, ബ്രദർ ഉണ്ട്, ഇന്നത്തെ മാരേജ് എല്ലാം കഴിഞ്ഞു ഗൈസ്. വേറെ പരിപാടിയൊന്നും
ഓരോരുത്തരായിട്ട് ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്തോണ്ട്. ഹർഷ നീ ഇത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാനുണ്ട്, അജിലബ്, ഷിയാബ്. ഫുഡ് കഴിച്ചാ? ഇല്ലടാ, എല്ലാവരും ബിരിയാണി വേണം, പെട്ടെന്ന് എത്താം. ലേറ്റ് ആക്കണ്ട. ഡ്രസ് സെറ്റല്ലേ? ഡ്രസ് സെറ്റുണ്ട്. എന്ത് പൊളി ഏതിട്ടാ വരെ വില അതുകൊണ്ട് കണ്ണാടി കണ്ണാടി ബോട്ടിലിനെനിക്ക് എന്ത് നാണക്കിടാക്കാനല്ലോ ഇതിലെ വെച്ചുണ്ടല്ലോ. ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. കാക്കുണ്ട്, പിന്നെ മൂത്തുണ്ട്, ബാപ്പുണ്ട്, എല്ലാവരും ഫോട്ടോയിലുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന പരിപാടി കഴിഞ്ഞു. ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞ പരിപാടി. അപ്പോൾ കാൽ റിസപ്ഷൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞു. എനിക്ക് ഫുഡ് അടിക്കല്, കസിൻസ് വരുന്ന അങ്ങനത്തെ കുറച്ച് 2-3 പരിപാടി ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ബാക്കിലേ വരുന്നത് ഷിയാബ് കാണുന്നില്ല അല്ലേ? നമ്മളെ ഫുഡ് കഴിക്കുന്ന ഏരിയ ഏകദേശം പരിപാടി കഴിയാനായി. താഴെന്നുള്ള പരിപാടിയല്ല മമ്മദ് ഉണ്ട്. മമ്മദ് പറ, നമ്മളെ ചെക്കനുണ്ട്. എന്തെല്ലാം ഉണ്ട്? എന്താണ് ചെല്ലിക്കോ? ഇവിടെ ഏകദേശം ആൾക്കാരെല്ലാം കാലിയായിക്കൊണ്ടുണ്ട്. പിന്നെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ മൈസൂർ പാക്ക് ഉണ്ട്. അങ്ങനെയുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഞങ്ങളിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം, സമയമൊക്കെ വന്നു. എല്ലാവരും ഓരോ ഭാഗത്ത് തിരക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഫുഡ് കഴിക്കണം. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള വ്ളോഗെല്ലാം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നേരെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ശിവന്തിരാ ഇത് ചിക്കൻ ഫ്രൈ കാലിതാ. അപ്പോൾ തന്നെ എന്താ കഴിക്കുന്നത്? അജിന്റെ ഡ്രസ് നോക്ക്. നമ്മ കുറച്ച് ഫുഡ് കഴിക്കാം. മൂന്നായതോ ഏതെവിടെയാണ്? മൂന്നായത് ഞാനൊരു പെട്ടിക്ക് നല്ല കരുത്ത 7,000 കയറിട്ടായി ചിപ്പ് ഇട്ട് 1/2 മണിക്കൂറായിരുന്നു. ഏത് റീൽസ് ആയിട്ടാ? റീൽസ് ഇങ്ങനെയാണ്. അടുത്ത പരിപാടി എന്തെങ്കിലും ബുധനായിട്ട് താഴോട്ട് വരും. ആട്ട് ചമയിച്ചുകൊണ്ട് ആട്ട് കുറച്ച് ടീംസ് എല്ലാം ആയിട്ട് താഴെ പൂജാപ്പനൊക്കെ കയറും. ഇങ്ങനത്തെ പരിപാടി അത് പുറത്ത് മീൻ നല്ലതാ. ഞമ്മ അത് കൊടുത്തിനാ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ. അതിന് ഒരു 4 കസിൻസ് ഉണ്ട്. ഓരോ പിടിച്ചോണ്ട് താഴെ വരും. ഇവിടെ ബാക്കിയുള്ള വീഡിയോ ഷൂട്ടെല്ലാം താഴെ. അപ്പോൾ ഇനിയുള്ള പരിപാടി അങ്ങനെ ബോളിന്ന് ഞമ്മ മറ്റേ ആ രീതി കൊടുത്തിനാ. നെറ്റ് സംഭവം ഉണ്ടല്ലോ, അത് കൊടുത്തിന്. ആടുന്ന് മീത്തെ ഫാമിലീസ് അതെല്ലാം എടുത്തോണ്ട് വരും. കാക്കൊണ്ട് ഫ്രൈറ്റ് കാക്ക ചിക്കൻ പീസ്. കാക്ക പിസ്റ്റത്തിലെ കാക്ക പയ്യണ എന്താണ് ചെറിയ വേണ്ട അതിനെത്താ കിട്ടി ഗൈസ്, കിട്ടി സാധനം കിട്ടി.
നല്ല ചൂടുണ്ട്. ഗൈസ്, അങ്ങനെ കല്യാണത്തിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുതിയാപ്പിളും പുതിനാട്ടിയും പോകാനുള്ള പുറപ്പാടിലാണ്. വണ്ടി ഉണ്ടല്ലോ, ബ്ലാക്ക് വണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. അതിന് പുറത്തിറങ്ങാന്നുള്ള ഒരു വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് കുറേ ഫാഷൻ ഷോ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ പരിപാടികൾ നടന്നുകൊണ്ടൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇടപെടുന്നില്ല, അതവിടെ നടന്നുകൊണ്ട് തന്നെ ഉണ്ട്. കഴിഞ്ഞ് പോവുകയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. പോകുന്നല്ലേ? അപ്പൊ ഓക്കെ, ബൈ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങള് അപ്പൊ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മംഗളത്തിന്റെ ഹോളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ എന്താ വെച്ചാല് വീഡിയോ എടുക്കാൻ നേരെ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അറിയൂ ആണുങ്ങളെ അവസ്ഥ എങ്ങനെ വെച്ചാൽ ഇപ്പൊ ഒരു മംഗളത്തിന്റെ പോരിൽ പോയെങ്കിൽ ബോയ്സിനാകുമ്പോ 4-5 ഭാഗത്തിലെ പണിയെടുക്കാൻ അങ്ങനെ ഇങ്ങനെല്ലാം പോകേണ്ടി വരുന്ന ആ സാധനം ഈ സാധനം കൊണ്ടുവരാന് അങ്ങനെല്ലാം ബിസിയാണ്. അതിന്റെ ഇടയിൽ കുറെ ഷൂട്ടൊക്കെ മിസ്സായി. ഗേൾസിനെ പോലെ അല്ലല്ലോ ഞമ്മ, കഷ്ടപ്പാടുകളുണ്ട്. ഇത് കുറച്ച് ആൾക്കാർക്കെല്ലാം റിലേറ്റബിൾ ആവും, ആവാതിരിക്കല്ലോ. ഞാനിപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. And make sure you guys are subscribing my channel. Bye bye.